രാവിലത്തെ കുറച്ച് തിക്കും തിരക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമ്മമാർ ഫ്രീ ആണല്ലേ. വൈകിട്ട് എല്ലാവരും തിരിച്ചു വരുന്ന സമയം വരെ നമ്മൾ ഫ്രീ ആണ്. പിന്നെ അത് കഴിയുമ്പോഴേ ഉള്ളൂ പിന്നെ വീണ്ടും നമ്മൾ തിരക്കാവുന്നത്. അപ്പോൾ അതേപോലുള്ള ഒരു ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. നമ്മുടെ പുതിയ വീഡിയോ ആരംഭിക്കുകയാണ്. ഇത് രാവിലെയാണ്, പുലർച്ചെയാണ്, നേരം വെളുത്തിട്ടില്ല. ഇങ്ങനെ വിളക്കൊക്കെ വെച്ചു. അച്ഛനും മോനും കൂടെ ടി വിയുടെ മുന്നേ ഇരിപ്പുണ്ട്. അണ്ണൻ ന്യൂസ് കാണുന്നു. പാർത്ഥൻ ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ കാർട്ടൂൺ കാണാൻ വേണ്ടി റിമോട്ട് മേടിക്കാനായിട്ടിരിക്കുക കേട്ടോ. ഞാൻ പിന്നെ അടുക്കളയിൽ കയറി എല്ലാവർക്കും കട്ടനൊക്കെ കൊടുത്തു കേട്ടോ. കുളിയും നനയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വെള്ളം കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ കട്ടൻ കുടിക്കുന്നത്. പിന്നെ രാവിലത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ആയായിരുന്നു. എൻ്റെ എല്ലാ വീഡിയോയ്ക്കകത്തും വെളുപ്പിനത്തെ വിശേഷങ്ങൾ കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അത് ഉൾപ്പെടുത്താഞ്ഞത്. അപ്പോൾ എല്ലാവരും പോയതിന് ശേഷം പിന്നെ ഞാൻ വൈകിട്ടത്തെ കാര്യമാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് രണ്ട് ഉച്ച കഴിഞ്ഞൊരു 4 മണിയോളം കഴിഞ്ഞു. പാർത്തമോൻ വരാറായി. നമ്മുടെ പോരാളി വന്ന് കയറുമ്പോഴേ അമ്മയെ വിശക്കുന്നോ, എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നും ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കണം, കഴിക്കാനായിട്ട് അവന് കൊടുക്കാൻ ഉണ്ടാക്കണമെന്നും കരുതി ഇങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഈ ഒരു ഫുഡിൻ്റെ റെസിപ്പി കണ്ടത്. അപ്പം നമ്മൾ മധുരം ഇഷ്ടപ്പെടുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ട് എന്നൊക്കെ തന്നെ പറയാം. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള പാലും പിന്നെ ബ്രെഡ്, പഞ്ചസാര ഇതൊക്കെ മാത്രം മതി. അപ്പോൾ ഞാൻ കരുതി അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്, അപ്പോൾ എന്നാൽ ഇതായിക്കോളാം ഇന്നത്തെ പരീക്ഷണം എന്ന് കരുതി ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. കൂടുതലും ഞാൻ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്നതൊക്കെ ആയിരിക്കും. പിന്നെ എൻ്റേതായ രീതിയിലും കൂടെ കുറച്ചൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അത് ചിലതൊക്കെ പാളിപ്പോവാറുണ്ട്, ചിലതൊക്കെ റെഡി ആവാറുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിലൊന്നാണിത്. അപ്പോൾ ഇതിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് നമ്മുടെ ഷോർട്സിനകത്ത് ഇട്ടേക്കാം കേട്ടോ. ഇത് പിന്നെ വൈകിട്ടത്തേക്ക് ഞാൻ കരുതി കുറച്ച് ബിരിയാണി വെക്കാം. ഇത് നമ്മുടെ ജീരകശാല അരിയാണ് കേട്ടോ. ഇവിടെ പാർത്തമോന് ഭയങ്കര ഇഷ്ടമാണ് ജീരകശാല റൈസ് കൊണ്ടുള്ള ബിരിയാണി. അപ്പോൾ ഞാനത് ഉണ്ടാക്കാനായിട്ട് എടുത്തതാണ്. പിന്നെ നമുക്ക് സവാള ആവശ്യമാണല്ലോ, അപ്പോൾ ഞാൻ കരുതി പൊളിച്ച് വെച്ചേക്കാം. അരി വെള്ളത്തിൽ കിടന്ന് വേവുന്ന സമയത്തേക്ക് നമുക്ക് സവാള അരിയാം. അപ്പോൾ അരി വേവുകയും ചെയ്യും, സവാള അരിയൊക്കെ കഴിയുമല്ലോ. അപ്പം ഇത് ഫ്രൈ ചെയ്യൊക്കെ ആണ് എൻ്റെ ഏറ്റവും വലിയ ജോലി ബിരിയാണിയിൽ, നമ്മുടെ സവാള ഫ്രൈ ചെയ്യേക്കും. അപ്പം നമുക്ക് ബിരിയാണി വെക്കാനായിട്ട് തുടങ്ങാം. ഇത് എന്നെങ്കിൽ 1 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം അങ്ങനെ വെക്കണം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിനാണ് അരി അളന്നെടുക്കുന്നത്. നമുക്കിവിടെ കുറച്ച് മതി, അത്താഴത്തിനൊക്കെ കഴിക്കാനാണ് കേട്ടോ. അപ്പം ഇതിന് 1.25 ഗ്ലാസ് മാത്രമേ ഞാൻ അരി എടുക്കുന്നുള്ളായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചത്. അപ്പം നമ്മളുടെ അരി ദാണ്ടെ അളന്നെടുക്കണം. ഇത് വലിയ ഗ്ലാസ് തന്നെയാണ്. ഈ ഗ്ലാസ്സിനത് മതി. ഞങ്ങൾക്ക് 4 പേർക്ക് കഴിക്കാനുള്ള ചോറ് അത് ധാരാളമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അപ്പോൾ പിന്നെ നമുക്കിനി അടുത്ത ബിരിയാണിയുടെ പ്രോസസ്സ് നമുക്ക് തുടങ്ങാം. പിന്നെ ബിരിയാണി എല്ലാവർക്കും വെക്കാൻ അറിയത്തില്ല, എന്ത് പഠിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ആർക്കെങ്കിലും ബിരിയാണി വെക്കാൻ അറിയത്തില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ പാത്രം വെച്ച് ചൂടാകുമ്പോൾ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഡാൽഡ ഇടണം. എൻ്റെ കയ്യിൽ ഡാൽഡ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓയിലൊഴിച്ചു. പിന്നെ അതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം. ഗ്രാമ്പൂ, ഏലക്കായും പിന്നെ മറ്റേ സ്റ്റാറിൻ്റെ കണക്കിരിക്കുന്ന അതും കുരുമുളക് എല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ വെള്ളം അളർന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചത്. 1.25 ഗ്ലാസ്സിനരിക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് വെച്ചത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് കഴിയുമ്പോൾ കുറച്ച് ഒരു നാരങ്ങയുടെ പകുതി ഫുള്ളായിട്ട് പിഴിഞ്ഞ് ചേർക്കേണ്ട, കുറച്ച് നമ്മൾ അരി തോനെ ഇടുന്നുണ്ടെങ്കിൽ തോനെയും പിഴിഞ്ഞ് ചേർത്തോളൂ. ഇതിപ്പോൾ ഞാൻ കുറച്ച് അരി ഇടുന്നുള്ളതുകൊണ്ട് കുറച്ച് പിഴിഞ്ഞ് ചേർത്തുള്ളൂ. പിന്നെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ അരി ഇട്ട് കൊടുക്കുക. അടച്ചു വെച്ച് വേവിക്കുക. ഈ നാരങ്ങ നീര് എന്തിനാണ് പിഴിഞ്ഞൊഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോറൊന്നും ഇങ്ങനെ വെന്ത് കഴിയുമ്പോൾ ഉണ്ടയായിട്ട് ഇങ്ങനെ കട്ട കെട്ടിയിരിക്കാതിരിക്കാനും വേണ്ടിയാണ് നമ്മളങ്ങനെ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സവാള അരിയൊക്കെയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സവാള അരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിക്കൻ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ നേരത്തെ തന്നെ മസാലയൊക്കെ പുരട്ടി ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സവാള അരിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കിനും നമ്മുടെ ബിരിയാണിയുടെ റൈസും വെന്ത് ഇതിങ്ങനെ ഇപ്പോൾ ഈ ഒരു പരുവത്തിലിരിക്കുന്നെങ്കിൽ നമ്മൾ കഴിക്കാൻ സമയമാകുമ്പോഴത്തേനും വിട്ട് വരുന്ന നല്ല പരുവത്തിനാകും കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലേ ബിരിയാണിക്കുള്ള ചിക്കൻ എല്ലാം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കറി വെക്കുന്നത്. പിന്നെ ഇത് കറി വെക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. എല്ലാവർക്കും ചിക്കനൊക്കെ കറി വെക്കാനൊക്കെ അറിയാവുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതും കൂടി കാണിച്ച് ഇനി കുളമാക്കണ്ട, ഒരുപാട് വലിച്ചു നീട്ടണ്ട എന്ന് കരുതി.
നമ്മൾ തന്നെ കഴിച്ചു നോക്കാൻ പോകണം കേട്ടോ. കിട്ടില്ലോ അമ്മ ഉണ്ടാക്കിയതിൽ ഡിഷിൽ 10 out of 10 കിട്ടിയ ഡിഷ് ഇതാണ് ഗായ്സ്. ഞാൻ കൊടുക്കുന്നത് 10 out of 10. ഓക്കെ. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയും ബിരിയാണിയും പിന്നെ ഞാനാണെങ്കിൽ സലാഡ് ഉണ്ടാക്കിയായിരുന്നു. സലാഡ് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എല്ലാവർക്കും സലാഡൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലോ. പിന്നെ ഇനി അതിനി ഉണ്ടാക്കുന്ന വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇനി എടുത്ത് പറയാനെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരാൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ഇനി എൻ്റെ എല്ലാ വീഡിയോക്കകത്തും വ്ളോഗിനകത്ത് ഇവളെ കാണുമായിരിക്കും. സുന്ദരിമണിയാണ്. ഇവളെ ഇന്ന് കിട്ടിയതേ ഉള്ളൂ. അപ്പം ഇവൾ പതുക്കെ ഞങ്ങളോടൊക്കെ അടുത്ത് കേട്ടോ. അപ്പം ഇവളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയ്ക്കായിട്ട് നമുക്ക് വരാം. പിന്നെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അപ്പം നമുക്ക് വീണ്ടും നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.